തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് സജീവ ചർച്ചകളിലേക്കാണ് മുന്നണികൾ കടന്നിട്ടുള്ളത്. അതിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഒരു ഏകദേശ ധാരണയല്ല, ഒട്ടുമിക്കയിടത്തും ധാരണയിലെത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. അതിൽ CPM മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ ധാരണയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ആരാകണം മത്സരിക്കണമെന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ചർച്ചയാകുന്നത് കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലമാണ്. ഒന്ന് പേരാവൂർ, മറ്റൊന്ന് തളിപ്പറമ്പ്. പേരാവൂരിൽ ഇത്തവണ സണ്ണി ജോസഫിനെ എതിരാളിയായി എത്തുന്നത് KK ശൈലജയാണ്. മട്ടന്നൂർ CPMന്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഇത്തവണ ശൈലജ മത്സരിക്കേണ്ടതില്ല. അവിടെ നിന്ന് പേരാവൂരിലേക്ക് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകും. അതുമാത്രമല്ല, ശൈലജയുടെ ഒരു ജനകീയത, ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഇടപെടലുകൾ, അതൊക്കെ പാർട്ടിക്ക് ഗുണകരമാകും. അപ്പോൾ പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് കരുതി KK ശൈലജ അവിടെ ഇറക്കുകയാണ്. സണ്ണി ജോസഫാണ് എതിരാളി. ശൈലജയ്ക്ക് ആദ്യമൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു, മട്ടന്നൂരിൽ തന്നെ മത്സരിക്കണമെന്നൊക്കെയായിരുന്നു പാർട്ടി അറിയിച്ചത്. പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ ശൈലജ പേരാവൂരിൽ മത്സരിക്കാമെന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. ഇനി മറ്റൊന്നുള്ളത് തളിപ്പറമ്പിലാണ്. അവിടെ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ് സ്ഥാനാർത്ഥിയാകുന്നത്. പക്ഷേ ശ്യാമള എത്തുന്നതിൽ അവിടെ പ്രാദേശിക നേതൃത്വത്തിനൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആ എതിർപ്പ് ശക്തമായിരുന്നു. പക്ഷേ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആ എതിർപ്പുകളൊന്നും പരിഗണിച്ചിട്ടില്ല. PK ശ്യാമള തന്നെ മത്സരിക്കട്ടെ തളിപ്പറമ്പിൽ എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ 2 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജിമ്മി, ശൈലജ പേരാവൂരിലെത്തുമ്പോൾ CPM കണക്ക് കൂട്ടുന്നത് പോലെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി ശ്യാമള തളിപ്പറമ്പിലെത്തിയാൽ അത് വലിയ തിരിച്ചടിയാകുമോ? ശ്യാമളയും ശൈലജയും 2 സ്ത്രീകൾ, ആ 2 സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തത് ശരിയോ തെറ്റോ എന്നാണ് സത്യത്തിൽ നമ്മുടെ ഈ ചർച്ചയുടെ ഉള്ളിലെ ഒരു ക്രച്ച്. ഒരു പ്രശ്നമുണ്ട് നമ്മൾ അങ്ങനെ ആലോചിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയ ശ്യാമള അങ്ങനെയല്ല, SFIയിലൂടെ വളരെ സജീവമായ, പാർട്ടിയിൽ വളരെ ആക്റ്റീവായ, സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെ സജീവമായി പാർട്ടിക്കകത്തുണ്ടായിരുന്ന 2 പേർ തമ്മിൽ നടന്ന കല്യാണമാണ് അത്. അതിനുശേഷം പാർട്ടിയിൽ വളരെ സജീവമായിരുന്ന, ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന, അതുപോലെ തന്നെ ആണ്ടൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ഒരു സ്ത്രീയാണ്. ഇത്രയും ക്രെഡൻഷ്യൽ അവർക്കുണ്ട്. അതിൻ്റെ കൂടെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാണ്, അത് ശരിയാണ്. അപ്പോൾ MV ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു എന്ന് നമ്മൾ പറയുന്നതിനകത്തൊരു ഒരു ശരികേടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ തന്നെ സ്വന്തമായി ക്രെഡൻഷ്യലും കപ്പാസിറ്റിയും ഉള്ള വിവാദങ്ങളൊക്കെ അവർ പെട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. അവിടെ ഒരു ആത്മഹത്യ ബന്ധപ്പെട്ട് ആണ്ടൂർ സാജൻ്റെയൊക്കെ വാർത്ത നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരൊരു കപ്പാസിറ്റി ഉള്ള ലീഡർ തന്നെയാണ്. അപ്പോൾ ആ സീറ്റ് അവർക്ക് കൊടുക്കണമായിരുന്നു. MV ഗോവിന്ദൻ മാറിയ ശേഷമുള്ള അത് പാർട്ടിക്ക് വിടണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതേസമയം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സുകന്യയുടെ പേര് ഉയർന്നു വന്നിരുന്നതാണ്. അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ ആഗ്രഹിച്ചിരുന്നത് കുറച്ചുകൂടെ, സുകന്യ ഇതുപോലെ തന്നെ SFIയുടെ തീപ്പൊരിയായിരുന്ന 80കളിൽ നമ്മളൊക്കെ ഇന്ന് ഓർത്തിരിക്കുന്ന പേരാണ്. സുകന്യ പക്ഷേ വന്നില്ല. 2 സ്ത്രീകൾ കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA സ്ഥാനാർത്ഥികളായി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. 2 മണ്ഡലങ്ങൾ. അപ്പോഴും സുകന്യയ്ക്ക് ഒരു അവരെ പരിഗണിക്കാമായിരുന്നു എന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ തോന്നലുണ്ട്. അത് ജയിക്കാവുന്ന മണ്ഡലം തന്നെയാണ്. MV ഗോവിന്ദൻ മത്സരിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സുകന്യ മത്സരിക്കുമ്പോൾ 2016-ലും 2011-ലും അവിടുത്തെ MLA ആരാ? സുകന്യ ആയിരുന്നെങ്കിൽ സുകന്യയുടെ ഭർത്താവാണ്, ജെയിംസ് മാത്യു ആണ്. അപ്പോൾ ഇത് 2 പേരുടെയും ഭർത്താക്കന്മാർ ഈ മണ്ഡലത്തിലുള്ളവരാണ്. ഒരാൾ പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ ഭാര്യ എന്നൊരു വിശേഷണം ചേരില്ലെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. EMSൻ്റെ മകൻ മത്സരിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട്. നേരെ പാർലമെൻറ്റ് ഇലക്ഷനാണ് അദ്ദേഹം അനിയൻ മത്സരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. തോറ്റുപോയി. പിന്നെ അദ്ദേഹം ഇലക്ഷന് വന്നിട്ടുമില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു മക്കൾ രാഷ്ട്രീയമായിട്ടോ, കോൺഗ്രസ്സിലെ പോലെ അച്ഛൻ മരിച്ചാൽ മോൻ സ്ഥാനാർത്ഥി, ഭർത്താവ് മരിച്ചാൽ ഭാര്യ സ്ഥാനാർത്ഥി, ഭർത്താവിന് ശേഷം ഭാര്യയ്ക്കോ മക്കൾക്കോ അതിൻ്റെ പദവി, ഇങ്ങനെയൊക്കെയുള്ള UDFിലെയും മറ്റു പല പാർട്ടികളിലെയും പോലുള്ള അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതേ കാര്യം തന്നെയാണ് KK ശൈലജയുടെയും കാര്യം. KK ശൈലജയെ ഒതുക്കി, KK ശൈലജയെ മൂലക്കിരുത്തി എന്ന് പറയുന്നത് തന്നെ ശരിയായ ഒരു പ്രയോഗമല്ല. KK ശൈലജ ഇതിനു മുമ്പ് മത്സരിച്ച 2016-ലും 2021-ലും ജയിച്ച് കയറിയത് 2 ഷുവർ സീറ്റുകളിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ ഉറപ്പുള്ള 2 ഷുവർ സീറ്റുകളാണ്. കൂത്തുപറമ്പും. അതിനു മുമ്പാണ് സണ്ണി ജോസഫിനോട് 2011-ൽ 2006-ൽ അതേ മണ്ഡലം, പേരാവൂരിൽ അതേ മണ്ഡലത്തിൽ ജയിച്ച ആളാണ്. അപ്പോൾ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ CPMനകത്തെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. എന്നാൽ പിന്നെ പിണറായി വിജയൻ ഇതുപോലെ ശക്തിയുള്ള മണ്ഡലത്തിൽ പോയി മത്സരിച്ചുകൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് വേറൊരു വിഷയത്തിൽ നമുക്ക് ഇടാം. പക്ഷേ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ, ആ കാൻഡിഡേറ്റിനെ കൂത്തുപറമ്പിനകത്തോ ഇവരുടെ ഷുവർ സീറ്റിൽ കൊണ്ടുപോയിട്ട് ജയിപ്പിക്കേണ്ട കാര്യം എന്താ? 2 തവണ ആണ് CPMൻ്റെ ഒരു MLAക്ക് മത്സരിക്കാനുള്ള, ഒരു ജനപ്രതിനിധിക്ക് മത്സരിക്കാനുള്ള സമയം.
ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ ഇളവുള്ളൂ. അപ്പോൾ ഇളവ് കൊടുക്കും. എന്തിനാ? KPCCയുടെ പ്രസിഡൻറ്റ് അടുത്തവണ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാണ്, വലിയ മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ എതിരിടാൻ നിങ്ങൾക്ക് പകരം വേറെ ആരാ? KK ശൈലജയാണ് എൻ്റെ കാൻഡിഡേറ്റ്. അവരാണ് ആ ഫൈറ്റ് ഏറ്റെടുക്കേണ്ടയാൾ. അവരെ നിന്നാലേ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അത്ര എളുപ്പം UDFന് വഴങ്ങുന്ന മണ്ഡലമല്ല ഇപ്പോൾ. അദ്ദേഹം ആദ്യം ജയിക്കുമ്പോൾ 9,000 വോട്ട്, പിന്നെ അത് 5,000, ഇപ്പോൾ അത് 3,000-ലാണ്. 2021 3,000 വോട്ടാണ് നിൽക്കുന്നത്. ആ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് 5,000-ൽ നിന്ന് 10,000-ആയി കൂടിയ സ്ഥലം കൂടിയാണ് പേരാവൂർ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാഞ്ഞു പിടിച്ചാൽ, വേറെ തരംഗങ്ങളൊന്നുമില്ലെങ്കിൽ, CPMന് ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നാൽ ജയിക്കാവുന്ന മണ്ഡലമാണ് പേരാവൂർ. അപ്പോൾ KK ശൈലജ അല്ലാതെ വേറെ ആര്? അപ്പോൾ പാർട്ടിക്ക് വേണ്ടി KK ശൈലജ ആ ഉദ്യമം ഏറ്റെടുക്കുന്നു, KK ശൈലജ മത്സരിക്കുന്നു. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ജയിച്ചാൽ KK ശൈലജ ആരാ? അതേസമയം ഈ നമ്മൾ കേട്ട വാർത്ത കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഒരു ഓഫർ വെച്ചപ്പോൾ അവർ പിന്മാറിയെന്നാണ്. ശരിയോ തെറ്റോ അറിയില്ല. പക്ഷേ ഇത്തവണ CPM എടുത്ത തീരുമാനം അതിൽ ശരി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സജിൻ സർ, എന്തായാലും ഈ രണ്ട് വനിതകൾ ഈ രണ്ടിടത്ത് എത്തുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയുണ്ടോ എന്താകും സംഭവിക്കുക എന്നതിൽ? ഈ രണ്ട് വനിതകൾ മാത്രമല്ല, അവിടെ വേറൊരു വനിതയെ നമ്മൾ മറന്നു വരുത്. PP ദിവ്യ, ഈ സുകന്യ, PK ശ്യാമള, PP ദിവ്യ, ഇവർ 3 പേരുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കപ്പെടാൻ അർഹർ എന്ന് വാർത്തകളിൽ വന്നുകൊണ്ടിരുന്നത്. 2021 തന്നെ ദിവ്യയും സുകന്യയും 2021-ലും 2016-ലൊക്കെ പേര് കേട്ട വാക്കുകളാണ്. പക്ഷെ ദിവ്യയുടെ കാര്യം നമുക്കറിയാം. അത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു താൽക്കാലികമായ സാധ്യത അടഞ്ഞുപോയി. അപ്പോഴാണ് ഈ ശ്യാമളയുടെ പേര് അന്നൊന്നുമില്ല. 2016, 2021-ലും ശ്യാമള ചിത്രത്തിലേ ഇല്ല. ശ്യാമളയെ കേരളം കേൾക്കുന്നപ്പോഴാണ് ആന്തൂർ സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അതിനപ്പുറം MV ഗോവിന്ദൻ്റെ ഭാര്യ എന്ന് പോലും അവരറിയില്ലായിരുന്നു. അങ്ങനെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തറിയപ്പെടുന്ന ഒരാളെ അല്ല അവർ. അതേസമയം സുകന്യയും PP ദിവ്യ അങ്ങനെയല്ല. സുകന്യയും PP ദിവ്യയും ഈ പറഞ്ഞ SFI DYFI തലത്തിൽ അവർ അറിയപ്പെടുന്ന ആളുകളാണ്. പാർട്ടി അണികൾക്കിടയിൽ തന്നെ അറിയപ്പെടുന്ന ആളുകളാണ്. സുകന്യയെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. സുകന്യ മത്സരിച്ച് കണ്ണൂർ കോർപ്പറേഷനിലെ 7-ാം വാർഡിലായിരുന്നു. LDF ജയിച്ച ഒരു പക്ഷേ മേയറാവേണ്ട ഒരാളായിരുന്നു. പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ. അപ്പോൾ സുകന്യ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ജെയിംസ് മാത്യുവിൻ്റെ അകാലത്തിലുള്ള സ്വയം വിരമിക്കലാണ് അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജെയിംസ് മാത്യു വളരെ പെട്ടെന്ന് പൊടുന്നനെ പൊതുവേദികളിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷനാവുകയായിരുന്നു. സത്യത്തിൽ മിസ്റ്റീരിയസ് വിഡ്രോവലാണ്. യെസ്. എന്തിന് അദ്ദേഹം പിൻവാങ്ങിയെന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ അദ്ദേഹം കൃഷി നടത്തുകയാണ്. എവിടെയും പാർട്ടി വേദികളിലൊന്നും കാണാനുമില്ല. അതായത് പാർട്ടിയോടുള്ള ഇതിൽ അതൃപ്തി മൂലമാണ്. അല്ല, അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പൊതുജീവിതം അവസാനിക്കുന്നു. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് പൊതുജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും സുകന്യയുണ്ട്, പൊതുരംഗത്തുണ്ട്. അവർ അധ്യാപികയായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അവർ വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ്. ഇടയ്ക്ക് വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ ജെയിംസ് മാത്യുവിന് നേരെ ഓപ്പോസിറ്റാണ്. ജെയിംസ് മാത്യു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് സ്വകാര്യ ജീവിതത്തിലേക്ക് പോകുന്നു. ഇവർ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക്, പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. പക്ഷേ സുകന്യ ഈ 80കളിൽ CPM രാഷ്ട്രീയത്തെക്കുറിച്ച് പരിചയമുള്ള ആളുകൾക്ക് സുകന്യയുടെ പേര് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. സുകന്യ എന്തുകൊണ്ട് MLA ആവുന്നില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം CPM പ്രവർത്തകരുണ്ട്. അപ്പോൾ സുകന്യ ഇല്ലാതാവുന്നു, പകരം PK ശ്യാമള വരുന്നു. അപ്പോൾ ശ്യാമളയുടെ പേര് വരുമ്പോൾ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ്, കാരണം അത് ജയസാധ്യത ഇല്ലാതാക്കും എന്നുള്ളതാണ്. ആന്തൂർ സാജൻ വിവാദം ആ മണ്ഡലത്തിലെ ജയസാധ്യത, കാരണം ഗോവിന്ദ മാസ്റ്റർ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞു. സ്വീകാര്യത ഇല്ലെന്നാണ് അല്ല, ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ ആ കുറഞ്ഞതിന് ഒരു കാരണം ഈ ആന്തൂർ വിഷയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ശ്യാമളയുടെ പേര് ഉറപ്പിക്കുന്നത്. ഈ ഉറപ്പിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പ്രശ്നം ഞാൻ വീണ്ടും പറയുകയാണ്. അത് പിണറായി വിജയൻ പറഞ്ഞു, എന്നാൽ ശ്യാമള മത്സരിക്കട്ടെ. അത് തന്നെയാണ് കാരണം. അപ്പോൾ അവരുടെ പേരെങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടു, എങ്ങനെ ഉയർന്നു എന്നതിനേക്കാൾ അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് പിണറായിയാണ്. പിണറായി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എതിർപ്പൊന്നും പ്രസക്തമല്ല. അവിടെയാണ് ഈ കുഴപ്പം. അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്, ആ രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അത് തന്നെയാണ്. അപ്പോൾ തളിപ്പറമ്പ് സീറ്റ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ശ്യാമള മത്സരിക്കട്ടെ എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ. അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള എതിർപ്പ്. അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അത് ആ റിസ്ക് എടുക്കാൻ പോലും തയ്യാറാണ്. അത്തരം ആളുകളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നല്ലോ K കരുണാകരൻ, അങ്ങനെ റിസ്ക് എടുത്ത് വ്യക്തി താല്പര്യങ്ങളാൽ റിസ്ക് എടുത്ത ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം കരുണാകരനുണ്ടായിരുന്നു. പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ്. പിണറായി വിജയന് ബോധ്യമുള്ളൊരു കാര്യത്തിൽ മറ്റെന്ത് എതിർപ്പ് വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം അത് സമ്മതിക്കില്ല, അത് തീരുമാനിക്കും. ശ്യാമള മത്സരിക്കട്ടെ, ഒറ്റ വാക്കിൽ ശ്യാമള മത്സരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ അത് ഉള്ളിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിച്ച് ശ്യാമള തോൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും CPM-നകത്തുണ്ട്. അത് പിണറായിക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പ്രശ്നം ഇതാണ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡം കൊണ്ടുവരിക, ആ മാനദണ്ഡം ചില ആളുകൾക്ക് മാത്രം ബാധകമാക്കുക, ചില ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെയുണ്ടല്ലോ.
ഞാൻ മുമ്പ് ഐസക്കിൻ്റെ കാര്യം പറഞ്ഞു. ഐസക്കിനെ പിണറായിയുടെ ഒരു സക്സസറായിട്ട് എന്തുകൊണ്ടാണ് ആരും പറയുക പോലും ചെയ്യാത്തത്? അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലില്ലേ, അദ്ദേഹത്തിന് ബുദ്ധിയില്ലേ, അദ്ദേഹത്തിന് രാഷ്ട്രീയ ചാതുരിയില്ലേ, വാക്ചാതുരിയില്ലേ? ഞാൻ ഈ കഴിഞ്ഞ 2021 മുതൽ 2026 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ഒരു മോശം മന്ത്രിയൊന്നുമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ഒരു വലിയ ഭാരം ഏൽപ്പിക്കുകയാണ് പാർട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് താങ്ങാനാവാത്ത ഭാരം. കാരണം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം നേരിടുന്ന ഒരു മന്ത്രിയായി അദ്ദേഹം വളരെ വിജയകരമായിട്ട് അതിനെ പൂർത്തിയാക്കി. ഈ സമയത്ത് തോമസ് ഐസക് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കുറേ കൂടി നന്നായിട്ട് കേന്ദ്രവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയാണ് പിണറായി വിജയൻ സർക്കാരിന്. ഒരുപക്ഷെ സാമ്പത്തിക ഉപരോധത്തിൽ കോംപ്രമൈസായി PM ശ്രീ ഒപ്പിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ കൂടി സമർത്ഥമായിട്ട് കേന്ദ്ര ഉപരോധത്തെ നേരിടാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രതിഭയായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിനെ വിസ്മൃതിയിലായി കളഞ്ഞു. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം കാണാനില്ല. ഇടയ്ക്ക് വന്നൊരു ബൈറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്നൊരു സിദ്ധാന്തം മുന്നിൽ വെച്ചിട്ട് പാർട്ടിയുടെ കൈവശമുള്ള അസറ്റുകളെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നാൽ പുതിയ തലമുറ കാര്യമായിട്ട് വളർന്നോ? അപ്രതീക്ഷിതത്ര വളർന്നോ ആരെങ്കിലും? പിണറായി വിജയൻ്റെ അനന്തരം ഏറ്റെടുക്കാൻ പറ്റിയ ഒരു തലമുറയെ വളർത്തിയെടുത്തോ? അതിൽ സംശയമുണ്ട്. അതാണ് ഇതിലെ മൗലികമായ പോയിന്റ്. അതാണ് ആര് വരുന്നില്ല എന്നുള്ളതാണല്ല. ഇപ്പോൾ ശൈലജ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാക്കാനൊന്നും അല്ല. ശൈലജ ജയിച്ചാൽ മുഖ്യമന്ത്രിയാവും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പിണറായിയുടെ പിൻഗാമിയായി ശൈലജ വരുമോ? ഇല്ല. സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അത്തരം നിലപാടുകൾ ഉറക്കെ പറയുന്നൊരു പാർട്ടിയും ആ സർക്കാരും ശൈലജയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായിക്ക് ശേഷം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ശൈലജ അതിന് അർഹയാണോ? പേരാവൂർ എന്ന് പറയുന്നൊരു അത്ര ഷുവർ അല്ലാത്തൊരു സീറ്റ് പിടിക്കാൻ ഒരു സീനിയർ നേതാവിനെ നിയോഗിക്കുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. യെസ്, അതാണ്. എന്തായാലും നമുക്ക് നോക്കാം, പേരാവൂർ KK ശൈലജയിലൂടെ തിരിച്ചുപിടിക്കാൻ LDF-നാകുമോ അതോ ഇനി ശ്യാമള തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കുമ്പോൾ ആ മണ്ഡലം തന്നെ നഷ്ടമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.